നമസ്കാരം. KCV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ KR ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. ദേശീയപാത ആമ്പല്ലൂരിൽ അപകടത്തിൽപ്പെട്ട ലോറി ഡ്രൈവർമാർ തമ്മിലുണ്ടായ തർക്കത്തിൽ ഒരാൾക്ക് കുത്തേറ്റു. ചാലക്കുടി ബിവറേജിന്റെ പൂട്ട് തകർത്ത് മോഷണം. വില കൂടിയ മദ്യവും പണവും നഷ്ടപ്പെട്ടു. CBSE തൃശൂർ സെൻട്രൽ സഹോദയ യോഗ ചാമ്പ്യൻഷിപ്പ് നന്ദിക്കര ശ്രീരാമകൃഷ്ണ വിദ്യാനികേതൻ പബ്ലിക് സ്കൂളിൽ സംഘടിപ്പിച്ചു. ചാലക്കുടി നഗരസഭ പരിധിയിലെ പേരാമ്പ്ര വില്ലേജിൽ ഡിജിറ്റൽ സർവേയുടെ ഫീൽഡ് തല പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. ദേശീയപാത ചാലക്കുടിക്ക് സമീപം നിർത്തിയിട്ടിരുന്ന തടി ലോറിക്ക് പുറകിൽ ബൈക്കിടിച്ച് ബൈക്ക് യാത്രികനായ യുവാവ് മരിച്ചു. വാർത്തകൾ വിശദമായി. ദേശീയപാത ആമ്പല്ലൂരിൽ അപകടത്തിൽപ്പെട്ട ലോറി ഡ്രൈവർമാർ തമ്മിലുണ്ടായ തർക്കത്തിൽ ഒരാൾക്ക് കുത്തേറ്റു. മാടക്കത്തറ സ്വദേശി കുളങ്ങര പറമ്പിൽ വീട്ടിൽ സുരേഷിന്റെ മകൻ 33 വയസ്സുള്ള ഋതുവിനാണ് കുത്തേറ്റത്. ഷോൾഡറിൽ കുത്തേറ്റ ഋതുവിനെ തൃശ്ശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭവത്തെ തുടർന്ന് ലോറിയുമായി രക്ഷപ്പെട്ട പ്രതി അജ്മലിനെ പുതുക്കാട് പോലീസ് പൊങ്ങത്തു നിന്നും പിടികൂടി. ശനിയാഴ്ച രാവിലെ 9 മണിയോടെയായിരുന്നു സംഭവം. പാലക്കാട് നിന്ന് കൊടകരയിലേക്ക് മെറ്റലുമായി വന്ന ഋതുവിൻ്റെ ടോറസിൽ ആമ്പല്ലൂർ അടിപ്പാതയ്ക്ക് സമീപം അജ്മലിൻ്റെ ലോറി ഇടിക്കുകയായിരുന്നു. ഇതേ തുടർന്ന് രണ്ടുപേരും വാക്കുതർക്കമുണ്ടായി. പിന്നീട് മുന്നോട്ടെടുത്ത ടോറസിന് കുറുകെ ലോറി നിർത്തി പുറത്തിറങ്ങിയ അജ്മൽ സ്ക്രൂ ഡ്രൈവർ കൊണ്ട് ഋതുവിനെ ആക്രമിക്കാൻ ശ്രമിച്ചെങ്കിലും തടഞ്ഞു. ഇതുകണ്ട് നാട്ടുകാർ ഓടിയെത്തി ഇരുവരെയും പിടിച്ചുമാറ്റാൻ ശ്രമിക്കുന്നതിനിടെ അജ്മൽ ലോറിയിൽ നിന്ന് കത്തിയെടുത്ത് ഋതുവിനെ കുത്തുകയായിരുന്നു. 4 തവണ ഷോൾഡറിൽ കുത്തിയ ഇയാളെ നാട്ടുകാർ പിടികൂടാൻ ശ്രമിച്ചെങ്കിലും ലോറിയെടുത്ത് രക്ഷപ്പെട്ടു. സംഭവം അറിഞ്ഞെത്തിയ പോലീസ് പിന്തുടർന്നാണ് പ്രതിയെ പിടികൂടിയത്. ചാലക്കുടി ബിവറേജിന്റെ പൂട്ട് തകർത്ത് മോഷണം. വില കൂടിയ മദ്യവും പണവും നഷ്ടപ്പെട്ടു. ശനിയാഴ്ച രാവിലെ ഔട്ട്ലെറ്റ് തുറക്കാനെത്തിയ ജീവനക്കാരാണ് മുകൾ നിലയിൽ പ്രവർത്തിക്കുന്ന പ്രീമിയം കൗണ്ടറിന്റെ ഷട്ടറുകൾ തകർത്തതായി കണ്ടത്. ജീവനക്കാർ ചാലക്കുടി പോലീസിൽ വിവരം അറിയിക്കുകയും തുടർന്ന് നടത്തിയ പരിശോധനയിൽ മദ്യവും മേശയിൽ സൂക്ഷിച്ചിരുന്ന പണവും നഷ്ടപ്പെട്ടതായി കണ്ടത്. കണക്കുകൾ പരിശോധിച്ചതിന് ശേഷമേ കൂടുതൽ പണമോ മദ്യമോ നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന കാര്യത്തിൽ വ്യക്തത വരികയുള്ളൂ. സ്ഥാപനത്തിലെ CCTVയിൽ മോഷ്ടാവിൻ്റെ ദൃശ്യം പതിഞ്ഞിട്ടുണ്ടെങ്കിലും മുഖം മറച്ച നിലയിലാണ്. സ്ഥാപനത്തിനകത്തെ 4 CCTV ക്യാമറകൾ തകർത്ത നിലയിലാണ്. ചാലക്കുടി പോലീസ് എത്തി അന്വേഷണം ആരംഭിച്ചു. ദേശീയപാതയിലെ ദുരിതയാത്രയ്ക്ക് അടിയന്തര പരിഹാരം ഉണ്ടാകണമെന്നാവശ്യപ്പെട്ട് കേരള സിറ്റിസൺ ഫോറത്തിന്റെ നേതൃത്വത്തിൽ ചാലക്കുടി താലൂക്ക് ഓഫീസിന് മുൻപിൽ പ്രതിഷേധ സമരം നടത്തി. സംസ്ഥാന പ്രസിഡന്റ് PJ ആന്റണി ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് ഹസീന നിഷാബ് അധ്യക്ഷത വഹിച്ചു. Y. ഔസേപ്പച്ചൻ, ഡോക്ടർ മാർട്ടിൻ പോൾ, PG മോഹനൻ, സിറിൽ, ഫ്രാൻസിസ് ഊക്കൻ എന്നിവർ സംസാരിച്ചു. CBSE തൃശൂർ സെൻട്രൽ സഹോദയ യോഗ ചാമ്പ്യൻഷിപ്പ് നന്ദിക്കര ശ്രീരാമകൃഷ്ണ വിദ്യാനികേതൻ പബ്ലിക് സ്കൂളിൽ സംഘടിപ്പിച്ചു. പതഞ്ജലി യോഗ ട്രെയിനിംഗ് സെന്റർ പ്രസിഡന്റ് ഡോക്ടർ A. രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. TCS എക്സിക്യൂട്ടീവ് അംഗവും സെയിന്റ് ലിയോബ അക്കാദമി പ്രിൻസിപ്പലുമായ സിസ്റ്റർ ജെയിൻ മാത്യു മൂഴയിൽ അധ്യക്ഷത വഹിച്ചു. TCS എക്സിക്യൂട്ടീവ് മെമ്പറും പ്രിൻസിപ്പലുമായ KR വിജയലക്ഷ്മി, സ്കൂൾ മാനേജർ C. രാഗേഷ്, മോഹനൻ വടക്കേടത്തെ എന്നിവരും സംസാരിച്ചു. ശ്രീനാരായണ വിദ്യാമന്ദിർ കോടാലി 1ാം സ്ഥാനവും ശ്രീരാമകൃഷ്ണ വിദ്യാനികേതൻ നന്ദിക്കര 2ാം സ്ഥാനവും SN വിദ്യാഭവൻ ചന്ദ്രാപിന്നി 3ാം സ്ഥാനവും കരസ്ഥമാക്കി. വിജയികൾക്കുള്ള സമ്മാനദാനം തൃശൂർ സെൻട്രൽ സഹോദയ ജനറൽ സെക്രട്ടറി PN ഗോപകുമാർ നിർവഹിച്ചു. പേരിൽ നമ്മുടെ ദേശീയ ഗാനത്തോടൊപ്പം നമ്മുടെ ത്രിവർണ്ണ പതാക ആ സ്ക്രീനിന് മുകളിലൂടെ ഉയരുന്നതായിട്ടൊന്ന് സങ്കല്പിച്ചിട്ട് ഈ 146,76,733 ഇന്നത്തെ പോപ്പുലേഷൻ ക്ലോക്ക് പ്രകാരം അത്രയും ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ആ ഇന്ത്യൻ പതാക അവിടെ ഒളിമ്പിക് വേദിയിൽ ഉയരുന്നത്.
It's a journey to self-discovery, a path to inner peace, and a way to harmonize our body, mind, and spirit. ചാലക്കുടി നഗരസഭാ പരിധിയിലെ പേരാമ്പ്ര വില്ലേജിൽ ഡിജിറ്റൽ സർവേയുടെ ഫീൽഡ് തല പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. ഡിജിറ്റൽ സർവേയുടെ ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ ഷിബു വാലപ്പൻ നിർവഹിച്ചു. ഡെപ്യൂട്ടി തഹസിൽദാർ ആന്റോ ജേക്കബ് അധ്യക്ഷത വഹിച്ചു. നഗരസഭയിലെ 1, 2, 29, 32, 33, 34, 35, 36 എന്നീ വാർഡുകളിലെ പൊറ്റ, ഉറുമ്പൻകുന്ന്, വിയാർപുരം, തച്ചുടപ്പറമ്പ്, കാരകുളത്തുനാട്, ആശ്രമം പരിസരം എന്നിവ ഉൾപ്പെടുന്ന പ്രദേശങ്ങളിലാണ് സർവേ നടക്കുന്നത്. 6 മാസത്തിനകം പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കുക എന്നതാണ് ലക്ഷ്യം. ആധുനിക സംവിധാനങ്ങളോടെ പ്രവർത്തിക്കുന്ന 7 സർവേ ടീമുകളെ ഇതിനായി നിയോഗിച്ചിട്ടുണ്ട്. റവന്യൂ ഉദ്യോഗസ്ഥർ പ്രദേശം സന്ദർശിക്കുമ്പോൾ ഭൂവുടമസ്ഥർ കൈവശമുള്ള ഭൂമിയുടെ അതിർത്തികൾ കാർഡ് വെട്ടി തെളിച്ച് വ്യക്തമാക്കേണ്ടതും ആധാരം, പട്ടയം, 2025 ഭൂനികുതി രസീത്, മൊബൈൽ നമ്പർ ഉൾപ്പെടെയുള്ള രേഖകൾ ഹാജരാക്കേണ്ടതുമാണ്. വാർഡ് കൗൺസിലർമാരായ എബി ജോർജ്, ആലിസ് ഷിബു, ജിജി ജോൺസൺ, ബെറ്റി വർഗീസ്, KS സുനോജ്, ലിബി ഷാജി, വില്ലേജ് ഓഫീസർ MJ ആൻഡു, ജില്ലാ റീസ് സർവേ സൂപ്രണ്ട് ഷിജു റോഡ്രിക്സ്, ഷിഹാബുദ്ദീൻ, ബാലമുരളി, ആശാദേവി എന്നിവർ പങ്കെടുത്തു. സർവേ അതിൻ്റെ പ്രവർത്തനം പൂർത്തീകരിച്ചതിന് ശേഷം പേരാമ്പ്ര വില്ലേജിൻ്റെ സർവേ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ പ്രദേശത്ത് ആരംഭിച്ചു കഴിഞ്ഞു. ഇതുമായി ബന്ധപ്പെട്ട് ആളുകൾക്ക് ഈ സർവേയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയുന്നതിന് വേണ്ടി നേരത്തെ തന്നെ നമ്മുടെ കമ്മ്യൂണിറ്റി ഹാളിലും അതിനുശേഷം ഇപ്പോൾ വിവിധ വാർഡുകളിലൊക്കെ ക്ലാസ്സുകളും അതിൻ്റെ പരിശീലനങ്ങളൊക്കെ നടന്നു വരികയാണ്. നേരത്തെ ഡെപ്യൂട്ടി തഹസിൽദാർ സൂചിപ്പിച്ചു. തൃശൂർ ഗവൺമെൻറ് മോഡൽ ഗേൾസ് ഹൈസ്കൂളിലെ വിവിധ ക്ലബ്ബുകളുടെ ഉദ്ഘാടനവും കയ്യെഴുത്തു മാസിക, ഡിജിറ്റൽ പത്രം, ചാന്ദ്രദിന പതിപ്പ് എന്നിവയുടെ പ്രകാശനവും റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് K രാജൻ നിർവഹിച്ചു. വിദ്യാഭ്യാസ ഉപഡയറക്ടർ PM ബാലകൃഷ്ണൻ, ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ രോഹിത് നന്ദകുമാർ, ബാലസാഹിത്യകാരൻ CR ദാസ് എന്നിവർ മുഖ്യാതിഥികളായി. മന്ത്രിയിൽ നിന്ന് പ്രധാനാധ്യാപിക ബിന്ദു KP, മലയാളം അധ്യാപിക സിന്ധു K, വിദ്യാർത്ഥികൾ എന്നിവർ കയ്യെഴുത്തു മാസിക ഏറ്റുവാങ്ങി. ചാന്ദ്രദിന പതിപ്പ് ബാലസാഹിത്യകാരൻ CR ദാസിൽ നിന്നും തൃശൂർ ജില്ലാ വിദ്യാഭ്യാസ ഡയറക്ടർ PM ബാലകൃഷ്ണൻ, ശാസ്ത്ര അധ്യാപിക കവിത സുരേന്ദ്രൻ എന്നിവർ ഏറ്റുവാങ്ങി. സ്കൂളിൻ്റെ ഡിജിറ്റൽ പത്രം തൃശൂർ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ രോഹിത് നന്ദകുമാർ ഗണിത അധ്യാപിക സായ PS-നും വിദ്യാർത്ഥികൾക്കും കൈമാറിക്കൊണ്ട് പ്രകാശനം ചെയ്തു. വിദ്യാർത്ഥികളുടെ സർഗശേഷി വളർത്തുന്നതിൽ നിർണായകമായ പങ്കുവഹിക്കുന്നതാണ് കയ്യെഴുത്തു മാസികകൾ എന്ന് റവന്യൂ മന്ത്രി അഭിപ്രായപ്പെട്ടു. ഓരോ വിദ്യാലയത്തിൻ്റെയും തനത് പ്രവർത്തനങ്ങൾ രേഖപ്പെടുത്തുന്ന ഡിജിറ്റൽ പത്രം വിദ്യാർത്ഥികൾക്ക് പത്രധർമ്മത്തോടൊപ്പം മൂല്യബോധവും പ്രദാനം ചെയ്യുന്നു എന്ന് CR ദാസ് അഭിപ്രായപ്പെട്ടു. ശാസ്ത്ര നേട്ടങ്ങളെ എന്നും കൗതുകത്തോടെ കാണുന്ന വിദ്യാർത്ഥി സമൂഹം ഭാരതത്തിൻ്റെ ശാസ്ത്രഭാവിയും ശാസ്ത്ര അഭിരുചിയും നിർണ്ണയിക്കുന്നു എന്ന് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ അഭിപ്രായപ്പെട്ടു. ഇന്നത്തെ കുരുന്നുകൾ നാളത്തെ ഭാരതത്തെ സൃഷ്ടിക്കും. കാരണം നമ്മൾ അവരെ വളർത്തുന്ന രീതി രാജ്യത്തിന് തന്നെ ഭാവി നിർണ്ണയിക്കുന്നതാണ് എന്ന് പ്രധാനാധ്യാപിക ബിന്ദു KP പറഞ്ഞു. ദേശീയപാത ചാലക്കുടിക്ക് സമീപം നിർത്തിയിട്ടിരുന്ന തടി ലോറിക്ക് പുറകിൽ ബൈക്കിടിച്ച് ബൈക്ക് യാത്രികനായ യുവാവ് മരിച്ചു. കൊടകര പേരാമ്പ്ര ചേർപ്പ് കളരിക്കൽ പ്രസന്നൻ്റെ മകൻ കീർത്തി C പ്രസാദാണ് മരിച്ചത്. ദേശീയപാത ചാലക്കുടിക്ക് സമീപം പോട്ട പെട്രോൾ പമ്പിന് സമീപം വെള്ളിയാഴ്ച രാത്രി 11 മണിയോടെയായിരുന്നു അപകടം. ഉടനെ ചാലക്കുടിയിലെ സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് കറുകുറ്റിയിലെ സ്വകാര്യ ആശുപത്രിയിലും എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കാക്കനാടുള്ള ക്യൂട്ടീസ് ഇൻ്റർനാഷണൽ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ കമ്പനിയിലെ ഓപ്പറേഷൻ മാനേജറായിരുന്നു കീർത്തി. ബുധനാഴ്ച രാത്രിയിൽ കൊടാലി ഗവൺമെൻറ് ആശുപത്രിക്ക് സമീപം കാർ തടഞ്ഞ യാത്രക്കാരനെ ആക്രമിച്ച സംഭവത്തിൽ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. വെള്ളിക്കുളങ്ങര ചെമ്പുച്ചിറ തറയിൽ വീട്ടിൽ 27 വയസ്സുള്ള അഭിനന്ദിനെയാണ് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി B കൃഷ്ണകുമാറിൻ്റെ നേതൃത്വത്തിൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. നടപടിക്രമങ്ങൾക്ക് ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കി. മറ്റത്തൂർ സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചതിനും ഡോക്ടറുടെ ഔദ്യോഗിക ഡ്യൂട്ടി തടസ്സപ്പെടുത്തിയതിനും അഭിനന്ദിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഈ കേസിലേക്കും അഭിനന്ദിൻ്റെ അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കും. അഭിനന്ദ് സ്റ്റേഷൻ റൗഡി ലിസ്റ്റിൽ പേരുള്ളയാളും വെള്ളിക്കുളങ്ങര, കൊടകര, ചാലക്കുടി, ചേർപ്പ്, ചെങ്ങമനാട് പോലീസ് സ്റ്റേഷനുകളിലായി ഒരു വധശ്രമ കേസിലും 2 തട്ടിപ്പ് കേസിലും 5 അടിപിടി കേസിലും മയക്കുമരുന്ന് കടത്ത് കേസിലും അടക്കം 9 ക്രിമിനൽ കേസിലെ പ്രതിയുമാണ്. കൂടാതെ 2024 കേരള സാമൂഹിക വിരുദ്ധ പ്രവർത്തനങ്ങൾ നിയമപ്രകാരം നാടുകടത്തലിന് വിധേയനാക്കിയിട്ടുള്ളയാളുമാണെന്ന് പോലീസ് പറഞ്ഞു. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 9160 രൂപ, പവന് 73,280 രൂപ.
എവിടെയോ ചുണ്ടുകളിൽ തിരഞ്ഞു ഞാൻ സ്വരം നിലാവിനെ വെല്ലും ചാരുതയാ നിറഞ്ഞു നീത്തു സ്വർണശോഭയിൽ നിൻമുഖം മാത്രം പന്തല്ലുക്കാരൻ ജ്വല്ലറി കൊടകര പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പവനൊരുക്കുന്ന സ്വർണ്ണ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ദേശീയപാത ആമ്പല്ലൂരിൽ അപകടത്തിൽപ്പെട്ട ലോറി ഡ്രൈവർമാർ തമ്മിലുണ്ടായ തർക്കത്തിൽ ഒരാൾക്ക് കുത്തേറ്റു. ചാലക്കുടി ബിവറേജിന്റെ പൂട്ട് തകർത്ത് മോഷണം. വില കൂടിയ മദ്യവും പണവും നഷ്ടപ്പെട്ടു. CBSE തൃശൂർ സെൻട്രൽ സഹോദയ യോഗ ചാമ്പ്യൻഷിപ്പ് നന്ദിക്കര ശ്രീരാമകൃഷ്ണ വിദ്യാനികേതൻ പബ്ലിക് സ്കൂളിൽ സംഘടിപ്പിച്ചു. ചാലക്കുടി നഗരസഭ പരിധിയിലെ പേരാമ്പ്ര വില്ലേജിൽ ഡിജിറ്റൽ സർവേയുടെ ഫീൽഡ് തല പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. ദേശീയപാത ചാലക്കുടിക്ക് സമീപം നിർത്തിയിട്ടിരുന്ന തടി ലോറിക്ക് പുറകിൽ ബൈക്കിടിച്ച് ബൈക്ക് യാത്രികനായ യുവാവ് മരിച്ചു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.